ബെല്ലി സൈസ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകളിൽ പകുതിയിലധികം ആളുകളും ഡിയാസ്റ്റസിസ് റെക്ടൈ ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ടോപ്പിക് തന്നെ എടുക്കുന്നത്. നിങ്ങളുടെ കോർ മസിൽസ് ലൂസ് ആണെങ്കിൽ നിങ്ങളുടെ വയറിന്റെ ഫ്രണ്ട് പോർഷനിൽ, അതായത് നമ്മൾ 6 പാക്ക് അബ്ഡോമൻ എന്നൊക്കെ പറയുന്ന അബ്ഡോമന്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു ഗ്യാപ്പ്, മസിൽ ഗ്യാപ്പ്, സെപ്പറേഷൻ വരുന്നതിനെയാണ് ഡിയാസ്റ്റസിസ് റെക്ടൈ എന്ന് പറയുന്നത്. DR ഉള്ള ആളുകൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് സീരീസ് 3യിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. DR ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം കാൽ രണ്ടും ഇങ്ങനെ വൈഡായിട്ട് മലർന്ന് കിടക്കുക. 2 വിരലെടുത്ത് ക്രോസ് ആയിട്ട് നിങ്ങളുടെ ബെല്ലിയുടെ മുകളിൽ, ബെല്ലി ബട്ടന്റെ മുകളിൽ കൈ പ്ലേസ് ചെയ്യും. എന്നിട്ട് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 2 വിരലും അകത്തോട്ട് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വിരൽ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിയാസ്റ്റസിസ് റെക്ടൈ ആണ്. ഇനി ഇതേപോലെ തന്നെ പൊക്കിളിന്റെ തൊട്ട് മുകളിലായിട്ടും വിരൽ വെച്ച് നോക്കുക. എന്നിട്ട് ആ ഗ്യാപ്പ് നിങ്ങൾക്ക് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൈ താഴായിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഗ്യാപ്പ് വരുന്നുണ്ടോന്ന് ഫീൽ ചെയ്യണം. സെയിം തന്നെ ലോവർ പൊക്കിളിന്റെ താഴെ ലോവർ അബ്ഡോമൻ എവിടെയും ഫിംഗർ വെച്ചിട്ട് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ട് താഴോട്ട് പ്രസ് ചെയ്ത് നോക്കുക. DR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വർക്കൗട്ട് സ്പെസിഫിക് ലൈക്ക് സ്ക്വാറ്റ്സ് അല്ലെങ്കിൽ എൽബോ പ്ലാങ്സ് ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കിടന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്തോ പൊസിഷൻ മാറുന്ന സമയത്തൊക്കെ വയറ്റിലൊരു അബ്ഡോമിനൽ ഡോമിങ് അല്ലെങ്കിൽ കോണിങ്, ഒരു മുഴ ഇങ്ങനെ മൂവ് ആവുന്ന രീതിയിലൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും DR ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ വർക്കൗട്ട്, എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ഡിയാസ്റ്റസിസ് റെക്ടൈ ഉണ്ടോ ഇല്ലയെന്ന് ഒന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കോർ എൻഗേജ് ചെയ്യാൻ അറിയാത്ത ആളുകൾ സീരീസ് 2 കാണുക. കറക്റ്റ് ആയിട്ടുള്ള ബ്രീതിങ് പാറ്റേണും പെൽവിക് ടിൽറ്റ് എന്ന വർക്കൗട്ടും മൂവ്മെന്റ്സും പഠിച്ചതിന് ശേഷം മാത്രം ഈ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. DR എല്ലാവരും ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സസൈസ് ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വയറിന്റെ ഏതെങ്കിലും ഭാഗം ഷേപ്പ് വ്യത്യാസം, അബ്ഡോമിനൽ ഡോമിങ് അല്ലെങ്കിൽ കോണിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ വർക്കൗട്ട് നിങ്ങൾ ചെയ്യരുത്. വളരെ ഒബ്സർവ് വേണം ഇതെല്ലാം, ഈ എല്ലാ വർക്കൗട്ട്സും ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ബ്രീതിങ് ചെയ്തുകൊണ്ട് കൈ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യാം. Breathe out, down, zero. Breathe in through your nose. 1, 2, 3, 4, 5. Breathe out, down, zero. ഇത് നിങ്ങളുടെ വയറിന്റെ ഷേപ്പിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കാല് മെല്ലെ സ്ലൈഡ് ചെയ്ത് നോക്കാം. ബ്രീത് ചെയ്ത് കാല് സ്ലൈഡ് ചെയ്യാം. കോർ മസിൽസ് എൻഗേജ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ബ്രീത് ഔട്ട് ആൻഡ് കം ബാക്ക്. Then change, breathe in, മറ്റേ കാല് സ്ലൈഡ് ചെയ്യാം. ബ്രീത് ഔട്ട് ആൻഡ് കം ബാക്ക്. ഇത് നിങ്ങളുടെ വയറിന്റെ ഷേപ്പിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനെ കൈയും കാലും ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, അബ്ഡോമിനൽ ഷേപ്പ് വ്യത്യാസങ്ങൾ കോണിങ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കാലും കൈ കൂടി ഒന്നിച്ച് ട്രൈ ചെയ്യാം. ബ്രീത് ഇൻ ചെയ്യുക, കാല് സ്ലൈഡ് ചെയ്യുക. Then breathe out, 1, 2, 3, 4, 5. Breathe in, extend, and breathe out, 1, 2, 3, 4, 5. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത ലെവൽ ട്രൈ ചെയ്യാം. ബ്രീത് ഇൻ, എക്സ്റ്റെൻഡ്, നിങ്ങളുടെ ശരീരത്തിന്റെ അതേ ലെവലിൽ സ്ട്രെച്ച് ചെയ്താൽ മതി. ഒരുപാട് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യരുത്. ബ്രീത് ഔട്ട് ആൻഡ് കം ബാക്ക്. എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. കോർ എൻഗേജ് ചെയ്യുക. ബ്രീത് ഇൻ, എക്സ്റ്റെൻഡ്, ആൻഡ് ബ്രീത് ഔട്ട്, കം ബാക്ക്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് ഹാൻഡ് ആൻഡ് ലെഗ് റൈസ് ചെയ്യാം. ഓപ്പോസിറ്റ് ഹാൻഡ് ആൻഡ് ലെഗ് ട്രൈ ചെയ്യാം. ബ്രീത് ഇൻ ആൻഡ് എക്സ്റ്റെൻഡ്, ബ്രീത് ഔട്ട്, കോർ എൻഗേജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരാം. ബ്രീത് ഇൻ, എക്സ്റ്റെൻഡ് ചെയ്യാം. ബ്രീത് ഔട്ട്, കോർ എൻഗേജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരാം. ഇതിൽ നമുക്ക് വീണ്ടും ഇതിന്റെ അടുത്ത ലെവലാണ്. ബ്രീത് ഇൻ ചെയ്യാം. കാല് നിങ്ങളുടെ ശരീരത്തിന്റെ അതേ ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്യുക. ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ വരും. അതുകൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യരുത്. കറക്റ്റ് നമ്മുടെ ലൈനിൽ മാത്രം ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ ബാക്കിൻ്റെ അടുത്ത ഹൈറ്റ് മതി. ദെൻ കം ബാക്ക്. ബ്രീത് ഇൻ ത്രൂ യുവർ നോസ്, എക്സ്പാൻഡ് യുവർ റിബ്സ്, ബ്രീത് ഔട്ട് ആൻഡ് സ്ലോലി ഡൗൺ. ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും ശരീരം നന്നായി ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യരുത്. ബ്രീത് ഇൻ, സ്ട്രെച്ച്, എക്സ്റ്റെൻഡ് ചെയ്യുക, ടോസ് ഡൗൺ, ബ്രീത് ഔട്ട്, ഓക്കെ. ഇനി നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോവാം. വാളിൽ ചാരിയിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. ചാരി ഇരിക്കുന്ന സമയത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചാരി ഇരിക്കരുത്. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഒരു കൈ നീട്ടി വെക്കുക മുകളിലേക്ക്. കാലും ബെൻഡ് ചെയ്യുക. ഹിപ്സിന്റെ വെട്ടിൽ കീപ്പ് ചെയ്യുക. ബ്രീതിങ് ചെയ്ത് കാല് മെല്ലെ സ്ലൈഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. ബ്രീത്ത് ഔട്ട്, 1, 2, 3, 4, 5.
Breathe in, change. Breathe out, 1, 2, 3, 4, 5. Breathe in, extend here. Core muscle engage ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. Breathe out, 3 more. Breathe in, 3 more. Extend. Breathe out, 3 more. Relax. നെക്സ്റ്റ് വർക്ക്ഔട്ട് ബട്ടർഫ്ലൈ ലിഫ്റ്റ് ആണ്. അത് ചെയ്യാനായിട്ട് കാല് രണ്ടും അടുപ്പിച്ച് വെക്കുക. ദെൻ ഓപ്പൺ ഹിപ്പ് ഫീറ്റ്. അതായത് ഹിപ്സ് മേലെ റൈസ് ചെയ്യുക. കൈയിലേക്ക് വെയിറ്റ് കൊടുത്തുകൊണ്ട് ഹിപ്സ് റൈസ്. സൈഡ് വേസ് കാണിച്ചു തരാം. ആദ്യം സ്പൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ബ്രീതിങ് ത്രൂ നോസ്, റിബ്സ് എക്സ്പാൻഡ് ചെയ്യുക. കോർ മസിൽസ് എൻഗേജ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. കാല് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ കൂടെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തന്നെ ഹിപ്സ് റൈസ് ചെയ്യും. ഇത് ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്യരുത്. കറക്റ്റ് നിങ്ങളുടെ കാൽമുട്ട് തൊട്ട് നിങ്ങളുടെ ഷോൾഡർ വരെ ഒരേ ലൈൻ ഫോം ചെയ്യുന്ന അത്ര മാത്രം ലിഫ്റ്റ് ചെയ്താൽ മതി. ആൻഡ് ബ്രീതിങ് ചെയ്യുമ്പോൾ സ്ലോലി കം ബാക്ക്. ബ്രീത്ത് ഔട്ട്, ഓപ്പൺ, റൈസ് ഹിപ്സ്, കോർ മസിൽസ് എൻഗേജ് ചെയ്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാം. ബ്രീത്ത് ഇൻ, ഹിപ്സ് ഡൗൺ, സ്ലോലി ഡൗൺ. ബ്രീത്ത് ഔട്ട്, ഓപ്പൺ, ഹിപ്സ് അപ്പ്. ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കാം. കാല് ഓപ്പൺ ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ ഹിപ്സ് ഇങ്ങനെ റൈസ് ചെയ്യുക. ബ്രീതിങ് ചെയ്ത് സ്ലോലി കം ബാക്ക്. കോർ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു 10x3 ടൈംസ് ട്രൈ ചെയ്യാം. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളിപ്പോൾ അബ്ഡോമിനൽ ഡോമിങ് അല്ലെങ്കിൽ കോണിങ് ഷേപ്പ് വ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി ചെരിഞ്ഞെടുക്കുക. രണ്ട് കാലും ബെൻഡ് ചെയ്യുക. നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ കാലിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ബ്രീത്ത് ഔട്ട് സൈഡ് വേസ് ആൻഡ് ബ്രീത്ത് ഇൻ ഡൗൺ. കോർ എൻഗേജ് ചെയ്തുകൊണ്ടാണ് ഈ വർക്കൗട്ട്സ് എല്ലാം ചെയ്യുന്നത്. ബ്രീത്ത് ഔട്ട്, ഓപ്പൺ, ബ്രീത്ത് ഇൻ ആൻഡ് ഡൗൺ. റൈറ്റ് സൈഡ് 10, ദെൻ ലെഫ്റ്റ് സൈഡ് 10 നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ബ്രിഡ്ജ് ആണ്. ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹിപ്സിനെ ഇവിടെ കാലിന് വൈഡായിട്ട് വെക്കുക. കൈ ചേർത്ത് വെക്കുക. കോർ മസിൽസ് എൻഗേജ് ചെയ്യുക. മെല്ലെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ആദ്യം ലോവർ ബാക്ക് ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യുക. മിഡിൽ ബാക്ക് ലിഫ്റ്റ് ചെയ്യുക. ദെൻ അപ്പർ ബാക്ക്. ബ്രീതിങ് ചെയ്യുമ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് മെല്ലെ അപ്പർ ബാക്ക് ആദ്യം താഴെ വയ്ക്കുക. ദെൻ മിഡിൽ ബാക്ക്, ദെൻ ലോവർ ബാക്ക്. ബ്രീത്ത് ഔട്ട്, 1, lower back up, 2, middle back, 3, slowly rise, 4, 5. കാൽമുട്ട് തൊട്ട് ഷോൾഡർ വരെ ഒരു ലൈൻ ഫോം ചെയ്യുന്ന രീതിയിൽ വേണം സ്ലോലി ലിഫ്റ്റ് ചെയ്യാം. ബ്രീതിങ് സ്ലോലി ഡൗൺ. ശ്വാസം പിടിച്ച് വെക്കാൻ പാടില്ല. ശ്വാസം പിടിച്ച് വെച്ച് ബ്രീതിങ് ഞാൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബ്രീതിങ് ചെയ്ത് നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മസിൽസിന് ഡാമേജ് ആക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ബ്രീതിങ് ചെയ്യുക ആൻഡ് ബ്രീത്ത് ഔട്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ശ്വാസം ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യരുത്. ഓക്കെ, നേരത്തെ നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈ ലിഫ്റ്റ് നമുക്ക് കിടന്നിട്ട് ട്രൈ ചെയ്യാം. Breathe into your ribs and prepare. Breathe out, open your knee wide and lift your buttocks. കോർ എൻഗേജ്ഡ് ആയിരിക്കണം. വയറിങ്ങനെ അബ്ഡമൻ പുറത്തേക്ക് വന്നുകൊണ്ട് ചെയ്യരുത്. ഉള്ളിലേക്ക് എൻഗേജ് ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഹോൾഡ് ചെയ്ത് അപ്പം തന്നെ താഴേക്ക് വരിക. സ്ലോലി ഡൗൺ, ലെഗ് ക്ലോസ് ചെയ്യുക. Breathe out and lift. 1, 2, 3, 4, 5. Breathe in. കോർ എൻഗേജ് ചെയ്യുക ആൻഡ് സ്ലോലി ഡൗൺ. ഈ വർക്കൗട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വർക്കൗട്ടിലേക്ക് പോവാം. മെല്ലെ ഹീൽ സ്ലൈഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബ്രീത്ത് ഇൻ, കോർ എൻഗേജ് ചെയ്യുക, ഹീൽ സ്ലൈഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ആൻഡ് കം ബാക്ക്. ഇതൊക്കെ നമ്മുടെ ഡിയാസ്റ്റസിസ് കട്ടിയുള്ള സമയത്ത് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്ന വർക്കൗട്ട്സ് ആണ് കേട്ടോ. ബ്രീത്ത് ഇൻ ചെയ്യുക ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട് ആൻഡ് കം ബാക്ക്. ഇത് നിങ്ങൾക്കൊരു 10x3 ടൈംസ് ചെയ്യാം. ദെൻ കാല് ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്ത് നോക്കുക. വളരെ ഒബ്സർവ് ചെയ്തുകൊണ്ട് മാത്രം ഈ വർക്കൗട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഒരു കൈയൊന്ന് അബ്ഡോമിനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് നോക്കാം. ബ്രീത്ത് ഇൻ, പ്രിപ്പയർ, റിബ്സിലേക്ക് ശ്വാസം എടുക്കുക. ബ്രീത്ത് ഔട്ട്, എൻഗേജ് യുവർ കോർ ആൻഡ് ലിഫ്റ്റ്. 5 counts. ബ്രീത്ത് ഔട്ട് ഇതുകൊണ്ട് ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് സ്ലോലി ഡൗൺ. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അബ്ഡോമിനിൽ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യരുത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. അതിന് പകരം ഹീൽ സ്ലൈഡ് മാത്രം ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് ഇത് സുപ്പൈൻ പൊസിഷൻ എന്നാണ് ഇതിന് പറയാം. നോർമലായിട്ട് ഇങ്ങനെ കിടന്ന് കാൽ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ സുപ്പൈൻ പൊസിഷൻ എന്നാണ് പറയുക. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മെല്ലെ നീ ടു ചെസ്റ്റ് കൊണ്ടുവരിക. വളരെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ബ്രീതിങ് ചെയ്യുക. അബ്ഡോമിനൽ ഷേപ്പ് വ്യത്യാസങ്ങൾ വരില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം ഈ വർക്കൗട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട്
1, 2, 3, 4, 5. Breathe in through your nose. ഫസ്റ്റ് സ്റ്റേജിലുള്ള ആളുകൾക്ക് എൻ്റെ ക്ലാസ്സിൽ ചിലരൊക്കെ ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഹീൽ സ്ലൈഡ് തന്നെ പ്രാക്ടീസ് ചെയ്യും. ഈ വർക്കൗട്ട്സ് എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോർ എൻഗേജ് ചെയ്യാൻ തന്നെയാണ്. കോർ എൻഗേജ് ചെയ്യുന്നത് മനസ്സിൽ നിന്ന് വിട്ടു പോകരുത്. കോർ എൻഗേജ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വർക്കൗട്ട്സും 0 കോർ വാല്യൂ വർക്കൗട്ട് എന്നാണ് പറയുന്നത്. അതായത് ആ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാവുക. അപ്പോൾ കോർ എൻഗേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഈ 2 ഭാഗങ്ങളും മസിൽസ് വന്ന് ഒന്നിച്ച് കൂടി അതിനെ നമ്മളൊരു ഗ്രിപ്പ് ചെയ്യുന്ന പോലെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം വർക്കൗട്ട്സ് ചെയ്യാൻ. ഓക്കെ, ലാസ്റ്റായിട്ട് ഒരു വർക്കൗട്ട് കൂടി നമുക്ക് നോക്കാം. വയറിലേക്ക് ഓവർ പ്രഷർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാളിൽ ചാരുന്നത്. ഓവറായിട്ട് ബാക്ക് ബെൻഡ് ചെയ്തിട്ടൊന്നും ഇരിക്കരുത്. സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാം. ആൻഡ് ബ്രീത് ഇൻ ചെയ്ത് ഗെറ്റ് റെഡി. ബ്രീത് ഇൻ ടു യുവർ റിബ്സ് ആൻഡ് ഗെറ്റ് റെഡി. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാലിങ്ങനെ സർക്കിൾ ചെയ്യാം. ഇത് നിങ്ങൾക്ക് വാളിലൊന്ന് ചാരിയിരിക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കാം. ബ്രീത് ഇൻ ചെയ്യാം, ഗെറ്റ് റെഡി. ബ്രീത്ത് ഔട്ട്, 2 കാലം പുറത്തേക്ക് സർക്കിൾ ചെയ്യാം. ബ്രീത് ഇൻ, ബ്രീത്ത് ഔട്ട്, 1, 2, 3, 4, 5. ബ്രീത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, 1, 2, 3, 4, 5. ഡെലിവറി കഴിഞ്ഞ് കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. സീരീസ് 4-ൽ നമുക്ക് വീണ്ടും കാണാം.